ഞങ്ങളുടെ പ്രമിസസിലുള്ള ഫ്ലോറൽ കാർപ്പറ്റ്സാണ്. ഇത് റോസാണ്. അടുത്ത മാസത്തേക്ക് ഇപ്പം ചെറിയ ബഡ്സായിട്ട് വരുന്നുണ്ട്. അടുത്ത മാസത്തേക്ക് അത് റെഡിയാകും. ഇത് കാണാനായിട്ട് ഈ ലോകത്തിൽ ഉള്ളതെല്ലാം ദൈവം ആദ്യം ഉണ്ടാക്കി, അതിനെ അനുകരിച്ചാണ് ആൾക്കാർ പിന്നീട് ഉണ്ടാക്കിയത്. മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇത്. ഫ്ലോറൽ കാർപ്പറ്റ് എന്നെനിക്ക് വിളിക്കാനാണ് നേച്ചറിൻ്റേത് തോന്നുന്നത്. ഭയങ്കര രസമാണിത്. ഡെയ്സി ഫ്ലവർ, ഈ ഫ്ലവറിൻ്റെ പേര് ഡെയ്സി എന്നാണ്. ഇവിടെ മുഴുവനും ഇതിപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ ഇവിടെ ക്ലീൻ ചെയ്യാനായിട്ട് ആൾക്കാർ വരും. പുല്ലെല്ലാം ക്ലീനാക്കി അവർ കളയും. അപ്പോൾ ഇത് കാണില്ല. എനിക്കിത് കണ്ടിട്ടും മതിയാവുന്നില്ല. അങ്ങനെയാണ് ഞാനിതൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചത്. രാത്രിയാകുമ്പോൾ ഇത് ചുരുങ്ങിപ്പോകും. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ അത് വീണ്ടും നല്ലതായിട്ട് വരും. ഇതാണ് ഇവിടുത്തേത്. ഇവിടെ മുഴുവനും ഉണ്ട്. കണ്ടില്ലേ? ഞങ്ങളുടെ മെയിൻ ഗേറ്റാണ് അതവിടെ കാണുന്നത്. ഇതിങ്ങനെ അവിടുന്ന് അതിഭയങ്കരമായിട്ടുള്ളൊരു കാഴ്ചയാണിത്. ഇതോരോന്നും കാണുമ്പോഴും ദൈവത്തിന് നന്ദി പറയാനായിട്ട് തോന്നും. കാരണം ഇത്ര മനോഹരമായ ദൈവം സൃഷ്ടിച്ച കാര്യങ്ങൾ കണ്ണുകൊണ്ട് കാണാനുള്ള കാഴ്ച തന്നിട്ടുണ്ട്. എന്നും ഞാനതിന് നന്ദി പറയും. കാരണം ഒരു സമയത്ത് 5-6 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയിരുന്നു. പിന്നെ മേജർ ഒരു ഓപ്പറേഷൻ ചെയ്ത് ഇപ്പോൾ കണ്ണിനകത്തൊരു, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണെന്ന് തോന്നുന്നു, എൻ്റെ ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ കണ്ണിൽ ഒരു എന്താ പറയുന്നത് ഗ്യാസ് കടത്തിയിരിക്കുകയാണ്. നല്ല പെയ്ഡായിട്ടുള്ള ഒത്തിരി പൈസ കൊടുത്ത് ചെയ്യേണ്ട ഒരു ഓപ്പറേഷനായിരുന്നു. പക്ഷേ ഞാനിവിടെ എനിക്ക് ദൈവം ഒരു പൈസ പോലും കൊടുക്കാണ്ട് ഹസ്ബൻഡിൻ്റെ മെഡിക്കൽ ഇതിൽ ചെയ്ത് കിട്ടി. ഇത് മറ്റേ ഭാഗമാണ്. ഇതിപ്പോൾ ഈ ഭാഗത്തുള്ള ചുരുങ്ങിയാണ് നിൽക്കുന്നത്. കാരണം വെയിലായിട്ടില്ല, അതുകൊണ്ടാണ്. വെയിലായാലേ ഇത് ശരിയാവുള്ളൂ, ഓപ്പൺ ആവുള്ളൂ. നിറയെ ഉണ്ട്, പക്ഷേ ഇത് കൂമ്പി നിൽക്കുകയാണ്. പക്ഷേ എന്തായിരിക്കും രസം, ആയിരക്കണക്കിന് ഫ്ലവേഴ്സാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ വെയിലുള്ള സ്ഥലത്തേക്കൊന്ന് പോകാം നമുക്ക്. വെറുതെ നാളെ ചപ്പായിട്ട് മുറിച്ച് മാറ്റപ്പെടുന്ന ഈ ഒരു സംഭവത്തിന് ദൈവം ഇത്രയും മനോഹാരിത കൊടുത്തെങ്കിൽ, പ്രിയ മക്കളെ, ദൈവം നിങ്ങളെ എന്തോരം സ്നേഹിക്കുന്നു എന്നുള്ളത് വേറൊരു ഒരു ചെടിയാണ്. പക്ഷേ ഈ ഫ്ലവറും അത്രയ്ക്ക് മനോഹരമാണ്. പിന്നെ ഇത് മിസിൽട്ടോസിൻ്റെ കുറച്ചാണ്. അതായത് കണ്ടോ, ഇതൊക്കെ ഇനി വിരിയണമെങ്കിൽ ഉച്ചയാകും. പക്ഷേ ഈ വെയിലുള്ളിടത്തൊക്കെ നല്ലതായിട്ട് നിൽക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. വെറുതെ ഇന്ന് കണ്ട് നാളെ വാടിപ്പോകുന്ന ചെടികളെ ഇത്ര മനോഹരമാക്കി ദൈവം നിർമ്മിച്ചെങ്കിൽ നമ്മളെ എത്രമാത്രം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ തികവിൽ നിന്നാണ് നമ്മളെ നിർമ്മിച്ചിരിക്കുന്നത്, അല്ലേ? ഒരിക്കലും നിങ്ങളെ തന്നെ, ഞാനതൊക്കെ ചെയ്ത മണ്ടത്തരങ്ങൾ കാണിച്ചു ഈശോ എന്നെ സ്നേഹിക്കുന്നില്ലെന്നും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെറുതെ ആണെന്നൊക്കെ. പക്ഷേ അങ്ങനെയല്ല. ദൈവം നമ്മളെ അത്യധികമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. എവിടെ പോയാലും ഇത് തന്നെയാണ്. എല്ലാവരും ഇവിടെ താമസിക്കുന്ന എല്ലാവരും കുട്ടികളെ ഈ പുല്ലിൽ കിടത്തിയിരുത്തിയൊക്കെ ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഫോട്ടോ എടുക്കുന്നത്. ഇതിപ്പം നന്നായിട്ട് തന്നെ വിരിഞ്ഞിട്ടുണ്ട്, കാരണം വെയിലത്തായതുകൊണ്ട്. എന്താ രസമല്ലേ?
ഇവിടെ ഒരു പ്രാവശ്യം ഇതെല്ലാം പുല്ല് മോവ് ചെയ്ത് കളഞ്ഞതാണ് വീണ്ടും ഉണ്ടായത്. അങ്ങനെ അത് ആ ഭാഗത്തെല്ലാം ഉണ്ട്. എൻ്റെ വീടിൻ്റെ പ്രമിസസാണിത്. ഇവിടെ എന്ന് വെച്ചാൽ അത്രയ്ക്ക് ബ്യൂട്ടി ഉണ്ട്. അതുകൊണ്ട് ഭയങ്കര നല്ല, നമുക്ക് കണ്ടാലും ഭയങ്കര രസം തോന്നും. അതാ ആ ഭാഗം മുഴുവനും കുറേ വലിയ മരങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. ഓക്കെ, ഇവിടെ എടുത്തിട്ട് വീട്ടിൽ പോകാം. ഇതൊക്കെ കൂമ്പി നിൽക്കുകയാണ്, വെയിൽ വരാൻ നിൽക്കുക. കണ്ടില്ലേ? ഇവിടെ വേറൊരു മഞ്ഞപ്പൂക്കളാണ് ഇവിടെ നിറയെ ഉള്ളത്. ഈ മഞ്ഞയും വെള്ളം കൂടെ ഇങ്ങനെ കലർന്നിരിക്കുമ്പോൾ അതിൻ്റെ ഒരു സൗന്ദര്യം വേറെ തന്നെയാണ്. ബ്യൂട്ടി. ഇത് കുഞ്ഞുങ്ങൾ കളിക്കുകയൊക്കെ ചെയ്യാനുള്ള സ്ഥലമാണ്. അവിടെ എല്ലാം ഇത് തന്നെ സംഭവം. അപ്പോൾ